ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്. നോക്കൂ, ഒരു രാഷ്ട്രത്തലവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിരിക്കുന്നത്. ഒരു സമാധാന ചർച്ച മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. അതിൻ്റെ ഇടവേളയിൽ എൻ്റെ വിശ്വാസമനുസരിച്ച് അമേരിക്കയിൽ നിന്ന് വരെ കിട്ടിയ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേർക്ക് വെടിയുതിർക്കാം, ഒറ്റ വെടിയിൽ എല്ലാവരെയും തീർക്കാം എന്ന് ട്രംപ് പറഞ്ഞത് ഇപ്പോഴത്തെ സ്ഥിതി വഷളാക്കുമോ? തീർച്ചയായും ഇപ്പോഴത്തെ സ്ഥിതി, ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒരു കാര്യമല്ല രേണുക. ഇവിടെ ട്രംപ് അമേരിക്കയുടെ രാഷ്ട്ര തലവനാണ്. ട്രംപിന്റെ കൂടി എഗ്രിമെന്റ് ആണ് ഇറാനുമായി താൽക്കാലിക 14 കരാർ. അതൊരു പൂർണ്ണ കരാറല്ല, ഒരു ധാരണ മാത്രമാണ്. ഇടക്കാല ധാരണ, യുദ്ധമില്ലായ്മ, വെടിനിർത്തൽ. അതിനിടയിൽ എന്തിനാണ് വെറുതെ വമ്പ് പറയുന്നത്? ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ രാജ്യത്തെ പ്രമുഖരായ ആളുകൾ ഒത്തുകൂടുന്നത് പതിവാണ്. ഇറാന്റെ പരമോന്നത നേതാവ്, മുൻ നേതാവ് റൂഹുള്ള ഖൊമൈനി 1989 മരിച്ചപ്പോൾ ഖബറടക്കത്തിന് സമയത്താണ് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഒരു ശവസംസ്കാര ചടങ്ങിൽ ഒരുമിച്ച് കൂടിയത്. ഏതാണ്ട് 1,20,00,000. അത് ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡ്സിൽ ഉൾപ്പെടെ സ്ഥാനം നേടിയ ഒന്നാണ്. അതിനേക്കാൾ അന്ന് 6 കോടിയായിരുന്നു ഇറാന്റെ ജനസംഖ്യ. ഇന്ന് ഇറാന്റെ ജനസംഖ്യ 9 കോടിയാണ്. ഒരു 1.5 കോടിക്കും 2 കോടിക്കും ഇടയിൽ ജനങ്ങളെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഖോമിൽ വെച്ചും ടെഹ്റാനിൽ വെച്ചും അതിനുശേഷം മഷാദിൽ, ഈ അന്തിമ വിശ്രമ സ്ഥലമായ മഷാദിൽ വെച്ചും ഒക്കെ നടക്കുന്ന സംസ്കാരം. അതിനു മുൻപ് തന്നെ ഇറാഖിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകേണ്ടതുണ്ട്. ഷിയ കേന്ദ്രങ്ങളായ നജാബിലും കർബലായിലും എല്ലാം ചടങ്ങുകളുണ്ട്. അവിടെ എല്ലാം ഒത്തുകൂടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് നേരെ വെടിയുതിർക്കുമെന്നാണോ ട്രംപ് ഉദ്ദേശിക്കുന്നത്? അതോ ഇറാന്റെ നേതൃത്വം ഏതെങ്കിലും രീതിയിൽ മിലിറ്ററി നേതൃത്വമാകാം, അല്ലെങ്കിൽ ഇറാന്റെ സഖ്യകക്ഷികൾ, ഹിസ്ബുള്ളയോ ഹമാസോ ഹൂതികളോ അവരുടെയൊക്കെ നേതൃത്വമാകാം. അവരൊക്കെ തന്നെ പല ഇടങ്ങളിലായി വെച്ച് നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഒറ്റയടിക്ക് വക വരുത്താൻ തനിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ കഴിയാത്തതൊന്നുമല്ല. പക്ഷേ ഇതിനൊക്കെ ഒരു ഔചിത്യ ബോധം വേണ്ടേ? അമേരിക്കയ്ക്ക് ശക്തിയുണ്ട്. ശക്തി ഉള്ളത് കൊണ്ട് മാത്രം മറ്റൊരു രാജ്യത്ത് കടന്നു കയറി ഇങ്ങനെയൊരു സംസ്കാര ശുശ്രൂഷ വേളയിൽ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് ഒരു തരം വമ്പ് പറച്ചിലാണ്, വങ്കത്വമാണ്. ആത്യന്തികമായി പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസ കുറവാണ്. ഇത് ഒരിക്കലും നയതന്ത്രപരമായി അനുവദനീയമായ ഒരു കാര്യമേ അല്ല. പക്ഷേ ഇറാൻ ഈസ് ട്രൈങ് ടു ഗിവ് എ മെസ്സേജ് ടു ദ വേൾഡ്. ഇറാൻ ഭരണകൂടം തന്നെയാണ് ഇതിനൊരു മേൽനോട്ടം വഹിക്കുന്നത്. അയത്തുള്ള അലി ഖൊമൈനിയുടെ മരണപ്പെട്ട അയത്തുള്ള അലി ഖൊമൈനിയുടെ കുടുംബാംഗങ്ങളുടെ സംസ്കാരവും ഇതോടൊപ്പം നടക്കുന്നു. അത് മാത്രമല്ല, സ്റ്റേറ്റ് മെഷീനറി പൂർണ്ണമായി സജ്ജമായി പ്രവർത്തിക്കുന്നു. IRGCയുടെ എല്ലാ വിഭാഗങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇത്. ലോകത്തോടായി പറയുകയാണ് തങ്ങൾ തകർന്ന് തരിപ്പണമായി എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നോക്കൂ, ഇവിടെ 30-ലധികം രാജ്യത്തിന്റെ പ്രതിനിധികൾ ശവസംസ്കാര ചടങ്ങിന്റെ ഏതെങ്കിലും ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അത്രയ്ക്ക് സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്തേക്ക് ഇത്രയും രാജ്യത്തിന്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈന, റഷ്യ ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ വരുന്നു എങ്കിൽ ഇവിടെ സ്ഥിതിഗതികൾ അത്ര അമേരിക്ക പറയുന്നത് പോലെ ഇവിടെയൊക്കെ തകർന്ന് തരിപ്പണമല്ല എന്ന് ലോകത്തോട് പറയാൻ കൂടിയാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു PR ഡ്രൈവ് കൂടിയാണ്, ആഗോള സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ഉത്തരം കൂടിയാണ്. അങ്ങനെ ഒരു സമയത്ത്, അത് മാത്രമല്ല, ഈ അമേരിക്കയുമായി ഒരു ധാരണയുണ്ടല്ലോ, ഇപ്പോൾ ആക്രമണം നടക്കില്ല എന്ന് ധാരണയുള്ളതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തിലും കോൺഫിഡൻസിലുമാണ് ഇപ്പോൾ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായി പല ചടങ്ങുകളും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അനവസരത്തിൽ നടത്തുന്ന ക്രൂരമായ പ്രസ്താവനകളെ ലോകം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ച് തള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സംസാരിക്കാൻ ട്രംപ് വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പ്രായത്തിൽ പഠിക്കാനൊക്കെ എന്നറിയില്ല. പക്ഷേ ലോകത്ത് ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക എന്ന് ഓർക്കണം. ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ ചില മിതത്വം പ്രതീക്ഷിക്കുന്നു. അമേരിക്കയിലെ ആളുകൾ പ്രതീക്ഷിക്കുന്നു, അല്ല ലോകം പ്രതീക്ഷിക്കുന്നു എന്നത് മാത്രമല്ല. അതുകൊണ്ട് അമേരിക്ക ഈ രീതിയിലുള്ള പ്രസ്താവന സാഹിത്യവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആത്യന്തികമായി ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഇരിക്കേണ്ടതാണ്. ജനീവയിലും ഖത്തറിലുമായി നെഗോഷിയേറ്റിംഗ് ടേബിളിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം തന്നെ വീണ്ടും തികട്ടി വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതാണ് ആയിരുന്നു നല്ലത്. പക്ഷെ പറഞ്ഞതാണ്. ഇപ്പോൾ അത് മായ്ച്ചു കളയാനാവില്ല. പക്ഷേ അതിനോട് ഇറാൻ നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്നും ഇറാന്റെ ജനത ഈ മുദ്രാവാക്യങ്ങൾ, ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ചാന്റിങ് ഒരു സൂചനയാണെങ്കിൽ കർശനമായ ആന്റി അമേരിക്കനിസം തന്നെയാണ് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ
ആ രീതിയിലുള്ള വികാരമാണ് ഇവിടെ ഉള്ളത് എന്നുകൂടി ഓർക്കുക. തീർച്ചയായും. ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ ഉൾപ്പെടെ അമേരിക്കയിൽ താമസിക്കുന്നവർക്കും അമേരിക്കക്കാരായവർക്കും ഒക്കെ അപമാനകരമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഈ മരണം, സംസ്കാരം അതൊക്കെ സാമാന്യ മര്യാദയോടുകൂടി അല്ലാണ്ട് സാധാരണക്കാർ പോലും ഇടപഴകില്ല. അവിടെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ്, അതും അമേരിക്കയുടെ തന്നെ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവരുടെ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങിനെ ചൂണ്ടി ഇക്കാര്യങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, നോക്കൂ, ഞാൻ ആദ്യം പ്ലേ ചെയ്ത വിഷ്വൽ താങ്കൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ വലിയ വികാര വായ്പോടുകൂടി ആളുകൾ ആർത്തലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇറാനിൽ നിന്ന് കാണുന്നത്. അവർ വലിയ തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വ്യാജമാണ് എന്ന് പറയുന്ന ട്രംപിനെ കൂടി കാണുന്നു. അപ്പോൾ മനുഷ്യന്റെ വികാരങ്ങൾ പോലും വിലമതിക്കുന്നില്ല ട്രംപ് എന്നൊരു സന്ദേശം കൊടുക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? രേണുക, ഇതിനകത്ത് ഞാനൊരു സ്വല്പം ക്ലാരിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ട്രംപിന്റെ വാക്കുകളെ പ്രതിരോധിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജോലിയല്ല. അത് എന്താണ് എന്നുള്ളത് വിശകലനം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായത് ട്രംപ് ഒറ്റ വെടികൊണ്ട് മൊത്തം ഇറാനിയൻ ജനതയെ കൊന്നടക്കും എന്നുള്ള ഒരു ഉദ്ദേശമോ അല്ലെ ആ ഒരു സെന്റൻസോ ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹം പ്രതിഫലിക്കാൻ ശ്രമിച്ചത് ഇതായിരിക്കാം. ഫെബ്രുവരി 28-ാം തീയതി ആ ഒറ്റ ദിവസത്തെ ആക്രമണം കൊണ്ട് 55-ലധികം ഇറാനിയൻ ലീഡേഴ്സിനെ അന്ന് കൊല്ലപ്പെട്ടു. അതിന്റെ ആണ് ഇപ്പൊ ഈ ഒരു ശവസംസ്കാരങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ ഒരു സ്ട്രെങ്ത് അമേരിക്കൻ സൈന്യത്തിനുണ്ട് എന്ന് ട്രംപ് മേ ബി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുകയോ പിന്താങ്ങുകയോ ചെയ്യുന്നില്ല. കാരണം ഞാൻ മാത്രമല്ല, അമേരിക്കയിലെ ഏകദേശം 69.5% ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇൻക്ലൂഡിംഗ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള സമുന്നതരായ പല നേതാക്കളും സെനറ്റിലുള്ള പല ആൾക്കാരും പോലും ട്രംപിന്റെ ചില പ്രവൃത്തികളെ അല്ലെങ്കിൽ ചില വാചകങ്ങളെ അല്ലെങ്കിൽ ചില സംസാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതോടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഫെബ്രുവരി 28-ാം തീയതി തുടങ്ങിയ യുദ്ധം 30 ദിവസം കൊണ്ട് തീരുമെന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചു, അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തീർന്നില്ല എന്നുള്ള രീതിയിൽ അത് പോയി. പീസ് ട്രീറ്റി വന്നു, ഓൺ ആൻഡ് ഓഫ് ആയിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ ഇറാൻ എന്താണ് ശ്രമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള എല്ലാ ഇമോഷണൽ അല്ലെങ്കിൽ സ്ട്രെങ്തും ഒരു കരുത്തും കൂടെ കാട്ടുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഒരു ശവസംസ്കാര ചടങ്ങിനെ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിന്റെ പ്രതിഫലനമാണ്. ഒബ്വിയസ്ലി അയത്തുള്ള ഖമേനി ഒരു പരിധി വരെ ഇറാനിയൻ ജനതയിൽ വെറുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ഒരു പരിധി വരെ ഇറാനിയൻ ജനതയിൽ സപ്പോർട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പം അത് ഏത് ഭരണകൂടത്തിലുള്ള ആളാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും എല്ലാവരും 100% ആൾക്കാർ വെറുക്കപ്പെട്ടവരോ അല്ലെങ്കിൽ സപ്പോർട്ടുള്ളവരോ ആയിരിക്കുന്നില്ല എന്ന് പറഞ്ഞ മുടക്ക് തന്നെ ഇറാനിയൻ ഭരണകൂടം കഴിഞ്ഞ ഫെബ്രുവരി അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് മുമ്പ് 5-6 മാസം മുമ്പ് ഏകദേശം 38,000 ആൾക്കാരെ ഈ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് കൊന്നൊടുക്കിയത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇറാനിയൻ ജനത തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷന് എതിരായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.